വളരെ രസം തോന്നിച്ചിട്ടുള്ള ഒരു കഥയാണ് വാതാപിയുടെയും ഇല്ലുലൻ്റെയും കഥ. വളരെ കുട്ടിക്കാലം വിളിച്ച കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ട കഥയാണെങ്കിൽ ശരി, ഓരോരുത്തർ വിസ്തരിക്കുമ്പോൾ ആ കഥയ്ക്കൊരു പ്രത്യേക അർത്ഥം നമുക്കപ്പോൾ കിട്ടും. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ സൗവർണിക തീരത്ത് ഞാനും സുഹൃത്തായ ശങ്കരനാരായണ വാര്യരും കൂടി ഇരിക്കുന്നു. വാര്യർ ഇപ്പോൾ ഹരിഹരാനന്ദ പേരിൽ സംബോധ ആശ്രമത്തിൽ സന്യാസിയാണ്. അപ്പം അന്നിരിക്കുമ്പോൾ ഈ കഥ അദ്ദേഹം ഒന്നുകൂടി വിസ്തരിച്ചു. അദ്ദേഹത്തിന് അറിയാം, ഈ കഥ എനിക്കറിയാമെന്നറിയാം. ഞാനും അത് ഒന്നുകൂടി കേൾക്കുന്നത്. ഒന്നുകൂടി കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അർത്ഥങ്ങൾ കിട്ടും. എനിക്കത് അറിയാമെന്ന് പറയരുത്. ആര് പറയുമ്പോഴും നമുക്ക് നല്ലപോലെ അറിയുന്നൊരു കാര്യമായിരിക്കും ഒരാളറിയാം. അപ്പം അത് വിസ്തരിക്കുമ്പോൾ എന്നോട് തന്നെ പലരും ചോദിച്ചത്, നിങ്ങളിപ്പോൾ ഇതിനെ കേട്ടുകൊണ്ടിരുന്നത്, നിങ്ങൾക്കത് അറിയുമല്ലോ. അല്ല, ഒരു ചെറിയ കാര്യം വരെയും ഒരാളെടുത്ത് രണ്ടാമത് പറയുമ്പോൾ നമുക്കറിയാത്തൊരർത്ഥം അതിൽ ഉണ്ടാകും. ഞാൻ കണ്ടതാ, ഞാൻ കേട്ടതാ. വലിയ മാനസിക പുരോഗതി ആഗ്രഹിക്കാത്തവർക്ക് ഇതൊന്നും ബാധകമല്ല. അവർക്കിപ്പോൾ ഒരു കഥയും കേൾക്കണ്ട. രാവിലെ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ വാതാപിയൊന്നും അതിലൊരു പ്രശ്നം അല്ല. പക്ഷേ കുറച്ചൊരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നു. അസുഖം ഒരാൾ വിസ്തരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കഥയൊന്നും പറയാൻ പറ്റില്ല. മരുന്ന് പറ, ഉറച്ചിരിക്കണം. അസുഖത്തിന് എന്ത് വേണം? മരുന്ന്. ഈ ആശയം മരുന്നാണ് എന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. മരുന്ന് പറ, അത് വിഴുങ്ങണം, പ്രശ്നം തീരണം. വലിയ സിദ്ധിയുള്ള സഹോദരങ്ങളായിരുന്നു വാതാപിയില്ലായിരുന്നു. എന്തൊരു മിടുക്ക് കൊണ്ടാണ് അവർ അസുരന്മാരാണ്. അസുരന്മാർ എന്ന് പറയുന്നത് ദേവന്മാർ എന്ന് പറയുന്നതും അവരുടെ സിദ്ധിവിശേഷത്തെ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ അസുരന്മാർ. ശരിക്കും അവർക്ക് എത്ര കഴിവുണ്ടെന്ന്. ചില ക്രിമിനൽ പുള്ളികളുടെ ചരിത്രം പഠിക്കുമ്പോൾ എന്തൊരു ബുദ്ധിയും കഴിവാണ് അവർക്ക്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചു ഇപ്പം ഈയിടെ ഏതോ ഒരു ക്രിമിനലിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ വായിച്ചാണ് 21 കല്യാണം കഴിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ 21 ഭാര്യമാരും സുഖമായി ജീവിക്കുന്നുണ്ടാകാം. എത്രമാത്രം ആസൂത്രണം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്രിമിനൽ കുറ്റങ്ങൾ എളുപ്പമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒന്നും ക്രിമിനൽ കുറ്റം ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര ആലോചനയും ബുദ്ധിശക്തിയും കഴിവൊക്കെ വേണം. ആ കഴിവ് കൊണ്ടാണ് ഇത് കഴിയുന്നത്. അതിൻ്റെ പേരാണ് വരം കിട്ടുക. ശിവന്റെ കയ്യിൽ നിന്ന് വരം വാങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളിലെ ശിവശക്തിയെ ഉദ്ദീപിച്ചുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ കിട്ടുന്നത്. ഈ വരം കിട്ടണമെന്ന് ഒരാൾ പറയാണ്, എനിക്ക് ഇന്ന പ്രസിഡന്റിൻ്റെ അവാർഡ് കിട്ടി. പ്രസിഡന്റിൻ്റെ അവാർഡ് എങ്ങനെ കിട്ടിയത്? ഇയാളുടെ ശിവശക്തിയെ ഉദ്ദീപിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കഴിവോ മുടുക്കോ പ്രകടിപ്പിച്ചു. അപ്പം പിന്നെ പ്രസിഡന്റിന് അവാർഡ് കൊടുക്കാതിരിക്കാൻ നോക്കിയില്ല. ഇതിൻ്റെ കഥാരൂപമാണ്. അസുരൻ തപസ് ചെയ്തു, രാവണൻ, കുംഭകർണൻ, ഇവരൊക്കെ തപസ് ചെയ്ത അസുരന്മാർ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുകളാണ്. വലിയ സിദ്ധിവിശേഷങ്ങൾ
ഈ വാതാപിക്കും ഇല്ലൊല്ലനും കിട്ടി. എന്നിട്ട് സഹോദരന്മാർ ഇതിന് എന്താ യൂസ് ചെയ്തറിയും? പ്രധാനപ്പെട്ട VIP കാണും. ഞങ്ങളുടെ സൽക്കാരം ഒന്ന് സ്വീകരിക്കണം എന്ന് പറയും. ആയിക്കോട്ടെ, നല്ല ആഹാരം കൊടുക്കും. ഈ വാതാപിയെ അങ്ങോട്ട് കൊല്ലും. കൊന്നതിന് ശേഷം കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ VIP അങ്ങോട്ട് സൽക്കരിക്കും. അയാൾ ആഹാരം കഴിച്ച് ഏമ്പക്കം വിട്ടു നിൽക്കുമ്പോൾ ഇല്ലൊന് ഒരു വിളിയാണ്, വാതാപി എന്ന് വിളിക്കും. വാതാപിയാണ് കൊന്നിട്ട് ആഹാരത്തെ കലക്കി കൊടുക്കുന്നത്. വരം കിട്ടിയിട്ട് സിദ്ധിയുണ്ട്. അകത്ത് കിടക്കുന്ന വാതാപി അങ്ങോട്ട് രൂപം വെച്ച് ജീവൻ വയ്ക്കും. ഇയാളെ വയറങ്ങോട്ട് തുറന്നിട്ട് ഇങ്ങോട്ട് കാണും പുറത്തേക്ക്. രണ്ടുപേർക്കും കൂടി ചിരിക്കാം. എന്താ തമാശ! ചിരിക്കാൻ വല്ലതും വേണോ? ഇതപ്പൊ നേടിയേ. പലരും ജീവിതത്തിൽ അവസാനത്തെ നേടി ഇതേമാതിരി ഓരോരോ വിട്ടിത്തങ്ങൾ എന്നൊന്നും പറയണ്ട. തുടർന്ന് നടക്കും. വേറൊരു പ്രമാണിയായ ആളെ കാണും, മഹർഷിയോ പ്രശസ്തനായ വ്യക്തിമുട്ടും. ഇല്ലവൻ പറയും, എൻ്റെ വീട്ടിലൊന്ന് വരണം, ആഹാരം കഴിക്കണം, അങ്ങേ സൽക്കരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. വല്ലാതെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇവർ ചെല്ലും. വാതാപിയെ കൊന്നിട്ട് കലക്കും. വാതാപിക്കും വിരോധമൊന്നുമില്ല, കാരണം ജീവൻ കിട്ടുമല്ലോ. എന്നിട്ട് ആഹാരം കഴിക്കാൻ കൊടുക്കും. വർത്താനം വന്നുകൊണ്ടിരിക്കുമ്പോഴേ വാതാപി വാ എന്നിട്ട വിളിയാണ്. അകത്ത് വാതാപിയുടെ രൂപം കൃത്യമായിട്ട് വരും. ജീവൻ കിട്ടും. വയറ് തുറന്നു ചാടും. ഈ വല്ലവരുടെയും വയറ് തുറന്നിട്ട് അങ്ങോട്ട് ആ പൊട്ടിത്തെറിച്ച് ആ ചാടുമ്പോഴുള്ള ആ സന്തോഷത്തിൽ കാണുന്നവന് സന്തോഷം, ചാടുന്നവന് സന്തോഷം. അതിന് നമ്മൾ വിഡിത്തം എന്നല്ല എന്താ പറയുക. ഇതിന് എത്ര കഷ്ടപ്പെട്ടിട്ടാ വാതാപിയെ വിടുക. നമ്മുടെ ചുറ്റും കാണുന്ന ഓരോരുത്തരും നമ്മുടെ വീക്ഷണത്തിൽ പല മണ്ടത്തരം ചെയ്തു വച്ചായിരിക്കും. പല മണ്ടത്തരം. എത്രയാണ് അവരതിന് കഷ്ടപ്പെട്ടത്. കെട്ടിടം വെച്ചു, കോടികൾ മുടക്കി, അവസാനം ചില കല്ലോ സംഗതികളോ അത് വെക്കാൻ വേണ്ടി ഇവിടെ കിട്ടാത്തത് കൊണ്ട് വേറെ രാജ്യത്തുനിന്ന് അവിടുന്ന് അതിങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സമ്മതം വാങ്ങി അത് ഷിപ്പിലോ ഫ്ലൈറ്റിലോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തു, കോടികൾ മുടക്കി. എന്നിട്ടോ ഒരു കാര്യവും. അഗസ്ത്യ മഹർഷി വന്നു. അഗസ്ത്യ മഹർഷി തട്ടിക്കളയാൻ വിചാരിച്ചു. അകത്ത് ഈശ്വരനുള്ള ആളാണ് അഗസ്ത്യൻ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വാതാപിയെ നിഗ്രഹിച്ച് കൊടുത്തിട്ട് അഗസ്ത്യ മഹർഷി എന്ന് പറഞ്ഞാൽ ഉയരക്കുറവുള്ള ആള്, അവതാരം എന്ന് തന്നെ നമുക്ക് വിസ്തരിക്കാം. വിളിച്ചു വാതാപി എന്ന്. വന്നില്ല. ഈ ശക്തി പ്രവർത്തിച്ചില്ല. അവിടെ കിടന്ന് ദഹിച്ചു പോയി. എത്ര വലിയ ഗുണപാഠം. അകത്ത് ഈശ്വരനുള്ള വ്യക്തികളുടെ അടുത്ത് ഈ കളി ഒന്നും നടക്കില്ല. ആദ്യം എന്ത് വിചാരിച്ചു? വിളിക്കുമ്പോൾ പതിവ് പോലെ വയറ് തുറന്നിട്ട് ഓടി വരുമെന്ന് വിചാരിച്ചു. സംഭവിച്ചില്ല. ഇത് ഇല്ലൻ വാതാപി എന്നുള്ള കവിത
നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യവുമായിട്ട് നമ്മളൊന്ന് ചേർത്ത് ചിന്തിക്കണം. അല്ലാതെ അസുരൻ്റെ കഥ ഇങ്ങനെ ഉണ്ടായോ അതൊന്നല്ല ഇവിടെ ചിന്തിക്കും. പലരും നമ്മുടെ പരിചയക്കാരന് എത്ര ദിവസം ഉറക്കമൊഴിച്ച് ക്ലേശം അനുഭവിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിസ്തരിക്കുന്നില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഭൂമുഖത്തുള്ളപ്പോൾ അവരെ വേദനിപ്പിക്കുക എന്നുള്ളത് ധന്യമീ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ല. ഈ വാതാവി ജീവിതം വേസ്റ്റാക്കുന്ന പോലെ എത്രയോ പേര് അവരുടെ ജീവിതത്തിനെ വേസ്റ്റാക്കുന്നില്ലേ എന്ന് ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സംഭവിക്കുന്നു. നമസ്കാരം.